ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഗുരുവായൂർ ഏകാദശിയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വ്രതമൊക്കെ എടുത്തു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീട്ടിലെ പൂജയാണ് ശ്രീകൃഷ്ണ ഭഗവാന് ഞാൻ ചെയ്ത പൂജയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഞാൻ തന്നെ എടുത്തതുകൊണ്ട് എന്നെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അപ്പോൾ ഇത് ശ്രീകൃഷ്ണ ഭഗവാന് കിരീടം, അതുപോലെ തന്നെ മുല്ലപ്പൂ മാലയാണ് ഞാൻ ചാർത്തിയത്. റോസാപ്പൂക്കൾ കൊണ്ടും മയിൽപ്പീലി കൊണ്ടുമൊക്കെ ഭഗവാനെ അലങ്കരിച്ചിട്ടുണ്ട്. മഞ്ഞക്കോടി ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തുളസി ഇലയും അതുപോലെ വെള്ള കളറിലെ ഡ്രസ്സാണ് ധരിപ്പിച്ചിട്ടുള്ളത്. പനിനീരഭിഷേകം എല്ലാം ചെയ്തതിന് ശേഷമാണ് ചെയ്തത്. 5 തിരിയിട്ട നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ട്. കൂടെ ദുർഗാ ഭഗവതിയും നമ്മുടെ കയ്യിൽ ആദ്യമേ ഉള്ള ദേവിമാരും എല്ലാം വിഘ്നേശ്വരനും ഒക്കെ പുറകെ ആയിട്ടുണ്ട്. വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ദേവിയുടെ ചിത്രവുമൊക്കെയാണ് ബാക്കിലുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനന്തമായ ലീലകളെപ്പറ്റി നമുക്കറിയാം. അപ്പോൾ നമ്മളാൽ കഴിയുന്ന പൂജാവിധികൾ, അതുപോലെ തന്നെ നാരായണനാമവും ഒക്കെ ജപിച്ചാണ് ഇന്നത്തെ ഏകാദശി നോയമ്പ് ഞാൻ നോറ്റത്. അടുത്തുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോകണം വൈകുന്നേരം. അപ്പോൾ അവിടുത്തെ വീഡിയോ ഞാൻ വേറെ ഇടാം. ഇത് ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണേ. ഭഗവത്ഗീത വെച്ചിട്ടുണ്ട്. അതെപ്പോഴും നമ്മുടെ പൂജാമുറിയിലുള്ളത് തന്നെയാണ്. മഹാദേവൻ്റെ പടവും വിഘ്നേശ്വരൻ്റെ ചിത്രങ്ങളും മഹാലക്ഷ്മിയുടെയൊക്കെ ഉണ്ട്. സ്ഥലപരിമിതിയുണ്ട്, അതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് ഭഗവാന്മാരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഭഗവാൻ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഞാൻ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അവരുടെ ഫാമിലിക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൂജയിൽ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്നുള്ള ആ നാമവും, അതുപോലെ നാരായണ 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 എന്നുള്ള നാമവും, ഓം നമോ ഭഗവതേ വാസുദേവ എന്നുള്ള നാമവും, ഹരേ കൃഷ്ണ എന്നുള്ള നാമവും എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെനിക്കറിയില്ല. അത്രയും പ്രാവശ്യം ഞാൻ ഭഗവാന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമാപണം പറഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ പൂജ ഞാൻ ആരംഭിച്ചത്. ഈ പൂജയിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാൻ സദയം ക്ഷമിക്കണമെന്ന് വീണ്ടും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെല്ലാം ആരോഗ്യത്തിൻ്റെ, അതുപോലെ തന്നെ ആരോഗ്യവും ആയുസ്സും ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്. മനുഷ്യജന്മം എന്ന ശ്രേഷ്ഠമായ ജന്മം തന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച ഭഗവാന് 1000 നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഏകാദശി ഞാൻ വ്രതം എടുത്തതും പൂജകൾ ചെയ്തതും. മനുഷ്യജന്മം എന്ന് പറയുന്നതിൽ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ വ്രതമെടുക്കാൻ കഴിയാത്തവരാരും വിഷമിക്കേണ്ടതില്ല. അടുത്ത വർഷം നമുക്ക് വീണ്ടും ഏകാദശി വരും. അപ്പോൾ ഭഗവാനെ ആ സമയം നമുക്ക് ഇപ്പോൾ എടുക്കാൻ കഴിയാത്തവർ അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് മനസ്സിലിപ്പോൾ കണക്കാക്കുക. അതൊക്കെയാണ് നമുക്ക് മുന്നോട്ട് ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ പറയാനും ഭഗവാന്റെ പൂജകൾ ചെയ്യാനുമൊക്കെ കൂടിയാണ് നമ്മുടെ ഈ ജന്മം എന്ന് എനിക്ക് പൂർണ്ണമായ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ മുല്ലപ്പൂ മാലയാണ്, സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ടാണല്ലോ ഭഗവാൻ കൂടുതൽ സന്തോഷപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത്